സെക്കൻഡറി ആയിട്ട് കണ്ടിട്ടുള്ള ഒരുപാട് ആളുകൾ അല്ലേ അത് സത്യമാണെന്ന് പറയൂ, തെളിയിക്കാൻ പറ്റുമോ? നടന്ന സംഗതി അവർക്ക് അത്രയും മോശമായിട്ട് പെരുമാറുന്നുണ്ടെങ്കിൽ അവർക്ക് അപ്പം റിപ്പോർട്ട് ചെയ്യണ്ടേ? ഞാൻ എൻ്റെ സ്ത്രീ സുഹൃത്തുക്കളോട് ചോദിക്കും, എടോ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുപോടോ, പോടാന്ന്. അവർക്ക് സ്ത്രീ സുഹൃത്തുക്കളില്ലെന്ന്. ആക്ച്വലി സിനിമയിലാണ് ഇതൊന്നും നടക്കാത്ത ആക്ച്വലി അല്ലേ? മനസ്സിലായോ? നമ്മൾ ദാരിദ്ര്യരേഖയ്ക്കാണ് നമ്മൾ ഇപ്പോഴും നിൽക്കുന്നത്. പിന്നെ പാർവതി പല ആൾ പാർവതി ഇസ് വെരി പവർഫുൾ ദാൻ മീ ആൻഡ് യു അല്ലേ? എന്തായാലും നമ്മൾ ആ പവർ ഗാങ് അല്ല. പിന്നെ മറ്റേ എന്താണ് രാജ്യം ലോകം ഭരിക്കുന്ന ആൾക്കാർ എന്താണ് ഇല്ലുമിനാറ്റി അവരെത്ര ഗാങ്? ഇത്രയും ചെറിയ ഇൻഡസ്ട്രിയിൽ 15 പേരുണ്ടാവണം. കുറച്ചും കൂടി പങ്കാളിത്തമുണ്ട്. ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ എല്ലാം ഉൾപ്പെടും. ഓൾ ദ ഡ്രഗ്സ് ആർ ലൈക്ക് സിഗരറ്റ്. എമ്മ കമ്മീഷനാണോ ഇത് അന്വേഷിച്ചത്? അവരാണോ ഈ പേജ് ഒളിപ്പിച്ചത്? അവരാണോ ഈ റിപ്പോർട്ട് ഉണ്ടാക്കിയത്? അപ്പൊ അവര് ക്യാമറ കാണാത്തവരാണ്. ഐഡിയ ചെയ്ത് നോക്കിയാണ്, ആരെങ്കിലും ഐഡിയ ചെയ്ത് നോക്കിയാൽ പറഞ്ഞ പിന്നെ തന്നെ ഈ കമ്മീഷനെ ഏൽപ്പിച്ചിട്ടുള്ളത്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് now 9633888575. ഇപ്പം മലയാള സിനിമയിൽ ഇപ്പം ഈ റീസെന്റ് ഈ കൊച്ചി കേരളത്തിൽ എന്താണ് നടക്കുന്നതെന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയാണല്ലോ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഫുള്ള് പൊട്ടിത്തെറികളാണല്ലോ. അതാ നമ്മുടെ മാത്രം അന്വേഷിച്ചായിരുന്നല്ലോ, നിങ്ങളുടെയൊക്കെ അന്വേഷിക്കുകയാണെങ്കിൽ എന്താണ് അവസ്ഥ? ഭൂമി തന്നെ ബാക്കി ഉണ്ടാവില്ല അല്ലേ? സിനിമാ ലോകത്ത് സിനിമാ ലോകമായതുകൊണ്ട് മാത്രം സംഭവിക്കുന്നതല്ല ഇത്. ആക്ച്വലി സിനിമയിലാണ് ഇതൊന്നും നടക്കാത്ത ആക്ച്വലി അല്ലേ? മനസ്സിലായോ? നമ്മൾ ദാരിദ്ര്യരേഖയ്ക്കാണ് നമ്മൾ ഇപ്പോഴും നിൽക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ ഹേമ കമ്മീഷൻ, ഇവർ വർക്ക് ചെയ്യണ കമ്മീഷൻ, ഇവർ വർക്ക് ചെയ്യണ ഡിപ്പാർട്ട്മെന്റിൽ ഒരു എടുത്തുണ്ട് ഈ കമ്മീഷൻ ഉണ്ടാ? ഇല്ല. നമ്മുടെ നാട്ടിലുള്ള എല്ലാ മേഖലകളിലും ഇത് ചെന്ന് നോക്കിയാൽ കിട്ടും. അപ്പോൾ ഇതൊരു പുരുഷൻ സ്ത്രീയോ സ്ത്രീ പുരുഷനെയോ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോ ചൂഷണം ചെയ്യുന്നുണ്ട്. പ്രേക്ഷകർ എന്ന നിലയിൽ ബേസിക്കലി ഞങ്ങൾക്കൊക്കെ ഒരു നെട്ടലായിരുന്നു കാര്യം. നിങ്ങൾക്ക് എന്ത് ഞെട്ടല്? നമുക്കെന്താ സിനിമയിൽ ഇത്രയും പ്രശ്നമാണോ? ഒരു സിനിമയിലാ ഇവിടെ മന്ത്രിമാർ ഭരിക്കുന്നതിന് മുന്നേ രാജാക്കന്മാരുണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ ചൂഷണം ഉണ്ടായിരുന്ന, പുരുഷൻ സ്ത്രീയെ ബലപ്പെടുത്തി കീഴ്പ്പെടുത്തിയിരുന്ന ഉണ്ടായിരുന്ന, അത് കഴിഞ്ഞിട്ട് പല പല ജാതി വ്യവസ്ഥകൾ ഭരിച്ചിരുന്ന സമയത്തും ഉണ്ടായിരുന്ന. ന്യായീകരിക്കുന്നില്ലല്ലോ ഇവിടെ. ഉണ്ടായിരുന്നോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വരുന്ന നമ്മുടെ ഓരോരോ രാജ്യങ്ങളായി സ്റ്റേറ്റുകളായി അവിടെയും ഇല്ലേ ഇതൊക്കെ ഞാൻ പറഞ്ഞത് സംഭവിക്കാൻ പാടില്ല. എഡ്യൂക്കേറ്റഡ് ആയ തലമുറയായതുകൊണ്ട് കാര്യമില്ലല്ലോ. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള പരിപാടികളല്ല മനുഷ്യന്റെ അല്ലേ? ഒരാൾ ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആയിട്ടാണ് പല്ലേക്കണതും കുളിക്കണതും ആണോ? പക്ഷേ നമ്മളിപ്പം മറ്റേ വിഗ്രഹങ്ങളൊക്കെ ഉടയുന്ന പോലെ ഇപ്പം രഞ്ജിത്ത് സാറിനെതിരെ ആരാണ് ഇതിനൊക്കെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതിന്? വി ഓൾ ആർ മനുഷ്യന്മാരല്ലേ? നമ്മള് ലെജൻഡറി ആയിട്ട് കണ്ടിട്ടുള്ള ഒരുപാട് ആളുകൾ അല്ലേ അത് സത്യമാണെന്ന് പറയൂ, തെളിയിക്കാൻ പറ്റുമോ? ഇപ്പൊ ഒരു പെൺകുട്ടി വന്ന് പറഞ്ഞു, മൊഴി കൊടുത്തു, ഇതെന്താ സത്യമാണെന്ന് എങ്ങനെ തെളിയിക്കും? എങ്ങനെ തെളിയിക്കും? അല്ല അതിനിപ്പോ സാക്ഷികളല്ലല്ലോ വേണ്ട. അതിന് മെഡിക്കലായിട്ട് എന്തെങ്കിലും എക്സാമിൻസ് ഉണ്ടാ? എടാ അതൊക്കെ ചെയ്യണമെങ്കിൽ ആ സമയത്ത് ചെയ്യണ്ടേ? ഞാൻ ഒരു കാര്യം ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങളും കൂടെ അടങ്ങുന്ന ഒരു നിങ്ങളും കൂടി അടങ്ങുന്ന ഒരു സമൂഹം എന്ന് നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുമോ? അപ്പൊ നമ്മൾ അടങ്ങുന്ന ഒരു ഇൻഡസ്ട്രീൻ്റെ അകത്ത് വന്ന് കുറെ സ്ത്രീകൾ ഇങ്ങനെ അവരെ ചൂഷണം ചെയ്തെന്ന് പറയാൻ നേരത്ത് ബേസിക്കലി നമുക്ക് അതിനെതിരെ നിൽക്കുകയല്ലേ ഒരു യുവതലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് കഴിഞ്ഞാൽ നമ്മളിപ്പോ ആണുങ്ങൾ സിനിമ എടുക്കുന്നതുകൊണ്ടല്ലേ ഇത് പറയണത്. ഇപ്പൊ പെണ്ണുങ്ങളെ സിനിമ എടുക്കണമെങ്കിലാ ഞങ്ങൾ നടന്മാര് എന്താ പറയാ, ഇങ്ങനെ നടക്കൂ? നടന്ന സംഗതി അവർക്ക് അത്രയും മോശമായിട്ട് പെരുമാറുന്നുണ്ടെങ്കിൽ അവർക്ക് അപ്പം റിപ്പോർട്ട് ചെയ്യണ്ടേ? അവരെന്താ അപ്പം പറയാത്തത്? നമ്മൾ ആരെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്യാതിരിക്കുമോ? നമ്മൾ ആർക്കെങ്കിലും ഇപ്പം ഞാൻ നിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തിട്ടല്ലേ പെരുമാറുന്നതും പ്രവർത്തിക്കുന്നതും അല്ലേ? നമുക്കിടയിലും അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടല്ലോ. ഒരുപാട് ആൾക്കാർ ഇത് കേൾക്കണ്ടാന്ന് വിചാരിച്ചിട്ടും ആളുകൾ അറിയണ്ടാന്ന് വിചാരിച്ചിട്ടും. മെയിനായിട്ട് ഇത് ആളുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്നറിയോ? പിന്നെ ആ പെൺകുട്ടിയുടെ പേര് മാത്രമേ കേൾക്കുള്ളൂ അല്ലേ? അങ്ങോട്ട് പോയി അതിങ്ങോട്ട് വന്നു, കോടതി കയറി, പോലീസ് സ്റ്റേഷൻ വന്നു, പിന്നെ ആ കുട്ടിക്ക് ജീവിതകാലം മുഴുവൻ. പക്ഷേ ഈ ഇത്രയും ഒരുപാട് ചൂഷണങ്ങൾ നടന്നെന്ന് ആ റിപ്പോർട്ടിൻ്റെ അകത്ത് പറയാൻ നേരത്ത് അത് പുറത്ത് വരണമെന്ന് ആഗ്രഹിക്കുകയും ഇപ്പം അതിൻ്റെ അകത്ത് തന്നെ ഇന്നലെ പറഞ്ഞതെന്ന് വെച്ചാൽ 120ഓളം പേജുകൾ ഹൈഡ് ചെയ്ത് വെച്ചിട്ടാണ് പിന്നെയും റിപ്പോർട്ട് ഇറക്കിയെന്ന് പറയുന്ന സംഗതി. ആരെങ്കിലും ഐഡിയ ചെയ്ത് നോക്കിയാൽ പറഞ്ഞ പിന്നെ തന്നെ ഈ കമ്മീഷനെ ഏൽപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ അകത്ത് വേറെ സംഗതി, ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള സംഗതി എന്ന് പറയുന്നത് പോസ്കോ കേസ് അടക്കമുണ്ടെന്നുള്ള രീതിയിലൊക്കെയാണല്ലോ പറയുന്നത്.
അപ്പൊ എന്തിനാ ഐഡിയ ചെയ്ത് വെക്കണ പോസ്കോ കേസ് ഉണ്ടെങ്കിൽ? അതൊക്കെ കേസ് എടുക്കണ്ടേ? ഇതൊക്കെ നിങ്ങളായി ഈ പറയുന്ന ഹേമ കമ്മീഷൻ്റെ അടുത്ത് പോയി ചോദിക്കാം. നമ്മുടെ അടുത്തല്ലല്ലോ ചോദിക്കേണ്ടത്. ഹേമ കമ്മീഷനാണോ ഇത് അന്വേഷിച്ചത്? അവരാണോ ഈ പേജ് ഒളിപ്പിച്ചത്? അവരാണോ ഈ റിപ്പോർട്ട് ഉണ്ടാക്കിയത്? അപ്പൊ അവര് ഹേമനെ കാണാത്തവരാണ്. അല്ല, അതിൻ്റെ അകത്തൊരു സംഗതി എന്ന് പറയുന്നത് നമ്മൾ അടങ്ങുന്ന ഒരു ഇൻഡസ്ട്രിയിൽ നടന്ന സംഗതിയാണ്. എടാ, നമ്മളിറങ്ങുന്ന ഇൻഡസ്ട്രിയിൽ, നമ്മളിറങ്ങുന്ന സൊസൈറ്റി എന്ന് വിചാരിക്കും, നമ്മളിറങ്ങുന്ന കൊച്ചി, നമ്മളിറങ്ങുന്ന കേരളം എന്ന് വിചാരിച്ചു നോക്കി. അപ്പൊ എന്റെയും പ്രശ്നമില്ലത് അല്ലേ? നിങ്ങളുടെയും പ്രശ്നമല്ലേ? അന്വേഷിക്കുക. പക്ഷെ നേരെ മറിച്ച് ഇപ്പൊ ഇവിടെ ഈ എന്താ പുതുതലമുറയ്ക്കെതിരെ ഒരു ലഹരി ഇഷ്യൂസ് ആണ് പറയുന്നെങ്കിൽ, അല്ല ഞാൻ പറഞ്ഞു തരട്ടെ, പറയുന്നെങ്കിൽ ഇവിടുത്തെ സീനിയേഴ്സും ഉണ്ടായിരിക്കുമോ? അവര് നേരെ തിരിയത്തില്ലേ? എന്തിനു തിരിയണം? അതപ്പോ അത് അങ്ങനെയല്ല. നമ്മൾ ഇത് മുമ്പ് നടന്നിട്ടുള്ള സിനാരിയോസ് മൊത്തം അങ്ങനെയായിരുന്നു. നമ്മളെ കുറ്റം പറയുന്നു. കുറ്റം പറയുന്നു. നമ്മൾ അതിന് അവരെ കുറ്റം പറയാനോ കുറ്റം പിടിക്കാനോ അല്ലെങ്കിൽ ആരെയും ന്യായീകരിക്കാനോ ഒന്നും വന്നിട്ടുള്ളതല്ല ഇവിടെ സിനിമ ചെയ്യാൻ വന്നിട്ടുള്ളത്. പിന്നെ ലഹരി ഉപയോഗിക്കുന്നത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയിട്ടുള്ള, ഇന്നത്തെ യുവാക്കൾ തുടങ്ങിയിട്ടുള്ള പരിപാടിയാണോ? ഞാനിപ്പോൾ മീഡിയക്കാരോട് ചോദിച്ചു, ലഹരി എന്ന് പറയുമ്പോൾ കള്ളൂടി പേടില്ലേ, സിഗരറ്റ് വലി പേടില്ലേ? അപ്പോൾ അതെന്താ മാറ്റിയെടുത്തത്? അത് ഉപയോഗിച്ചിരുന്ന ആളുകളാണല്ലോ ഈ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നത്. ഏറ്റവും കൂടുതൽ കുടുംബങ്ങൾ തകരുന്നത്, ആളുകൾ മരിക്കുന്നത് മദ്യപാനം മൂലമാണ് അല്ലേ? എല്ലാ റിപ്പോർട്ടും WHO കഴിഞ്ഞ വർഷത്തെ റിപ്പോർട്ട് അനുസരിച്ച് എത്രയോ ലക്ഷം ആളുകളാണെന്നറിയാം മരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്താ സംസാരിക്കാത്തത്? സംസാരിക്കില്ല. ബിക്കോസ് ഓൾ ദീസ് മീഡിയ ഗിവ് പ്രൊമോഷൻ ഫോർ സിഗരറ്റ് ആൻഡ് ലിക്കർ അല്ലേ? അത് കണ്ടിട്ടല്ലേ ഞാൻ വളർന്നിട്ടുള്ളത്. അപ്പോൾ അവർക്ക് അത് പറയാൻ പറ്റില്ല. ഞാൻ പറയുന്നത് കേൾക്കാതെ മനസ്സിലായോ? അപ്പോൾ ഇതിന് ഉത്തരവാദി ആരാ? നമ്മളടങ്ങുന്ന, ഞാനടങ്ങുന്ന, നീ അടങ്ങുന്ന, ഇവിടെ എല്ലാവരും അടങ്ങുന്ന സൊസൈറ്റി. ഇവിടെ വന്നിട്ട് ഭൂമിയിൽ മണ്ണാണെന്ന് കൊണ്ട് കാര്യമുണ്ടോ? മണ്ണ് കാലിൽ പറ്റിപ്പിടിക്കുന്നു കൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. എന്നാൽ നമ്മൾ ഭൂമി വരാതിരിക്കുക. കൃഷ്ണൻ പറഞ്ഞ പോലെ യുദ്ധത്തിന് വരികയാണെങ്കിൽ യുദ്ധം ചെയ്യുക. ഓക്കെ. അപ്പോൾ ഈ പറയുന്ന മീഡിയ എൻ്റെ അടുത്ത് വന്നിട്ട് ഹേമ കമ്മീഷൻ ചോദിച്ചവരൊക്കെ ഈ ഡ്രഗ്സിൻ്റെ കാര്യം നമ്മളടുത്ത് ചോദിച്ചു. അപ്പോൾ ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ എല്ലാം ഉൾപ്പെടും. ഓൾ ദ ഡ്രഗ്സ് ആർ ലൈക്ക് സിഗരറ്റ്, ലിക്കർ. അതാണ് ഏറ്റവും മോശം ഡ്രഗ്സ്. അത് നന്നായിട്ട് ഉപയോഗിക്കുന്ന ആളുകളാണ്. ഞാൻ ഇൻഡസ്ട്രിയിൽ വരുമ്പോഴും എല്ലാവരും ഉപയോഗിച്ചിരുന്നു. ഇൻഡസ്ട്രിക്ക് മുന്നെയാണ് ഞാനിത് കാണാൻ തുടങ്ങി. എൻ്റെ പഴയ കല്യാണങ്ങൾക്ക് മദ്യസേവ, എല്ലാ പ്രസ് മീറ്റിനും മദ്യസേവ, എല്ലാ പരിപാടിക്കും മദ്യസേവ, സിഗരറ്റ് വയ്ക്കുക, പാക്ക് വയ്ക്കുക, പിന്നെ ചുണ്ണാമ്പ്, എല്ലാ സാധനവും ഉണ്ട് അല്ലേ? ഇതൊക്കെ കല്യാണങ്ങൾക്ക് വെച്ചിരുന്നു. ഇതൊക്കെ കണ്ടു വളരുന്ന അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ഇതിനൊക്കെ അഡിക്റ്റ് ആയതുകൊണ്ട് ആ കുട്ടീനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടാ? ഇൻഫ്ലുവൻസ് അല്ല, കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടാ? അപ്പോൾ ആദ്യം കുറ്റം പറയണത് എന്താ? ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കിയ, ഇതൊക്കെ നിലനിൽപ്പ് ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ്, ആരാണ് വിളമ്പി ഇതൊക്കെ ഇവിടെ ചെയ്തിരുന്നത്? അവരെല്ലാം പിടിക്കേണ്ടത്. ആക്ച്വലി ഇത് വാങ്ങി ഉപയോഗിക്കുന്നവരെ പിള്ളേരെ പിടിച്ച് പേടിപ്പിച്ചു. പവർ ഗ്യാങ് ഉണ്ട് ഇൻഡസ്ട്രിയിൽ എന്ന് പറയുന്നത്. എന്തായാലും നമ്മൾ ആ പവർ ഗ്യാങ് അല്ല. പിന്നെ മറ്റേ എന്താണ് ലോകം ഭരിക്കുന്ന ആൾക്കാർ എന്താണ്? ഇല്ലുമിനാറ്റി. അവരെത്ര ഗ്യാങ്? 3 പേരാ? എത്ര പേരല്ലേ? എത്ര പേരെന്നാ പറഞ്ഞാൽ 3 പേരാ അവര്? ഇമ്മിനാറ്റി ഗ്രൂപ്പ് 5 പേരാ? ലോകം കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ഇവിടുത്തെ പവർ ഗ്രൂപ്പിൽ എത്ര പേരുണ്ടെന്ന് പറഞ്ഞേ? 15 പേര്. ഇത്രയും ചെറിയ ഇൻഡസ്ട്രിയിൽ 15 പേരുണ്ടാവണം. കുറച്ചും കൂടി അവസരങ്ങൾ കിട്ടാതെ വരുന്ന അവസ്ഥയിലാണല്ലോ ഇത് തുറന്നു പറയുന്ന ഒരു സംഗതി വരുന്നത്. അവസരങ്ങൾ കിട്ടാതെ വരുന്ന അവസരം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവന് സാധാരണ വീട്ടിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ട്. ഇപ്പോൾ തന്നെ ഇവിടെ സീനത്തിൽ ഇവിടെ എത്താം. നമ്മുടെ കയ്യിൽ വണ്ടിയുണ്ട്, നമുക്ക് കാറുണ്ട്, റോഡുണ്ട്, മെട്രോ ഉണ്ടെന്ന് കൊണ്ട് കാര്യമല്ലോ. എത്തിപ്പെടാനൊരു അധ്വാനമല്ലേ? ആ അധ്വാനം എല്ലാത്തിലും ഉണ്ട്. ആ സാധനം അധ്വാനിക്കാതെ സീനത്തിലെത്തില്ല. സീനത്തിലെത്തിയ നേരം വെക്കും. ശബ്ദിക്കുന്നവരെ നിശബ്ദരാക്കാൻ വേണ്ടി നിശബ്ദരാക്കാൻ ഇവിടെ ആർക്കും പറ്റില്ല. ആരാ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുമോ? നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുക എങ്ങനെയാ? ഒരായുധവും ഇല്ല. അത് ഗാന്ധിജി മുണ്ട് മാത്രം കൊടുത്ത് പുറത്തിറങ്ങിയാലേ നടന്ന്. ഗാന്ധിജിയെ വെടിവെച്ച് തകർക്കാനോ ഇടിച്ച് തോൽപ്പിക്കാനോ പറ്റുന്ന ആൾക്കാരായിരുന്നില്ല ബ്രിട്ടീഷുകാർ. എങ്ങനെ കിട്ടി? ശബ്ദം നേരത്തെ ക്ലോസ് ചെയ്യാൻ പറ്റുക? ശബ്ദം ഇല്ലാതാക്കാൻ പറ്റുക? ഇല്ല. അങ്ങനെയുള്ള ഒരു രാജ്യത്ത് പക്ഷെ അതിന് തെളിവുകൾ പാർവതി തിരുവോത്തരനെ പോലെ പല ആളുകളും പാർവതി ഇസ് വെരി പവർഫുൾ ദാൻ മീ ആൻഡ് യു അല്ലേ? ഞങ്ങളെക്കാട്ടും കൂടുതൽ സാലറി വാങ്ങുന്ന ഒരു താരവുമാണ്. ഞങ്ങളെല്ലാവരും ബഹുമാനിക്കും. പാർവതിയുടെ പടം വരാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്തുകൊണ്ടാണ് പാർവതി അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടാണ്? അനുഭവിച്ചിട്ടുള്ളതുകൊണ്ട്. അപ്പോൾ അവർക്ക് എല്ലാ സ്ത്രീകളെയും അവർ സംരക്ഷിക്കുമോ? അവരെന്തുകൊണ്ട് സ്ത്രീകൾ മാത്രം സംഭവിക്കുന്നു? ഞങ്ങളെ പോലെ ചെറുപ്പക്കാരും ആണുങ്ങളും സപ്പോർട്ട് ചെയ്യാത്തത്? ഞങ്ങൾ അവർക്കെതിരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? പെൺകുട്ടികളാണ് കൂടുതൽ. പെൺകുട്ടികളാണ് കൂടുതൽ. വർക്ക് ചെയ്യാത്ത എന്തുകൊണ്ടാണ് പെൺകുട്ടികൾ വരാത്തത്? ഇപ്പൊ ഞാൻ എൻ്റെ സ്ത്രീ സുഹൃത്തുക്കളോട് ചോദിക്കും, എടോ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുപോടോ. പോടാന്ന്. അവർക്ക് സ്ത്രീ സുഹൃത്തുക്കളില്ലെന്ന്. ആണുങ്ങളാണ് കൂടുതൽ സുഹൃത്തുക്കൾ. അത്ര ഞാൻ എന്താ ചെയ്യുക? ഇവിടെ സ്ത്രീ സുഹൃത്തുക്കൾ വന്ന് വർക്ക് ചെയ്യണമെങ്കിൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും?
എനിക്കൊരു പ്രശ്നമില്ല, എനിക്കല്ല, സിംഗിളുമാണ്. ഈ മിങ്കിൾ ചെയ്യാനും ഇഷ്ടമാണ്. അറ്റാക്ക് ചെയ്യേണ്ട കാര്യത്തിനെ കുറിച്ചല്ല കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ കൂടുതൽ സ്ത്രീകൾ വരുമ്പോൾ വരണ്ടാന്ന് പറയുമോ നമ്മളിവിടെ? അപ്പോൾ ഒരു സ്ത്രീ വരുന്നതിന് ആരാണ് കൂടുതൽ തടസ്സം ഉണ്ടാവുക? ആരാ? പുരുഷനാണോ? ആണാ? എനിക്കറിയില്ലേ. എൻ്റെ വീട്ടിലൊരു ഭാര്യ, രണ്ടാമതൊരു ഭാര്യനെ കൊണ്ടുവരുന്ന ആരാ തടസ്സം ഉണ്ടാവുക? ഈ ആണോ തടസ്സം? ഭാര്യയല്ലേ? അതുകൊണ്ടാണ്, മനസ്സിലായ? അത് എന്താണെന്നറിയില്ല, എനിക്കറിയില്ല. അപ്പോൾ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ടില്ലേ മനസ്സിലാവും? ഇപ്പം ആണുങ്ങളും പെണ്ണുങ്ങളും എന്നുള്ള വ്യത്യാസം നിങ്ങൾ ഉണ്ടാക്കരുത് ചോദ്യങ്ങളിലൂടെ. വ്യക്തികളോൺലി. അപ്പോൾ കാണാനാ എല്ലാവരും കാണാം. ഇറങ്ങിയിരിക്കുകയാണ് പ്രേക്ഷകരുമായിട്ട് ഇരുന്ന് കണ്ടതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട്. നമ്മൾ മാക്സിമം പ്രേക്ഷകരായിട്ട് ഇരുന്നിട്ട് തന്നെയാണ് എപ്പോഴും പടം കാണാൻ ശ്രമിക്കാറ്. തിയേറ്ററിലാണ് പടം കാണേണ്ടത്, പ്രേക്ഷകരായിരുന്നിട്ട് ആളായിട്ട്. ഇതൊക്കെ കുറച്ച് ആളുകളുണ്ടെങ്കിലാണ് ഓണത്തിന് അങ്ങോട്ട് കാണാൻ പറ്റുക. കാരണം ഇത് നമ്മൾക്കിടയിൽ തന്നെയുള്ള കുറച്ച് സീരിയസ് ഇഷ്യൂകളെ നമ്മൾ ഫണ്ണിയായിട്ട് കാണിക്കുന്നതാണ്.